ഇവിടൊക്കെ അല്ല ദുബായ് വൈബ് അല്ലേ? ഇടയ്ക്ക് പന്തൽ പോലെയൊക്കെ കെട്ടിയിട്ടേക്കുന്നത്. ഇത് ഇപ്പൊ ഇവിടെ മാൻഹോളിന്റെ പണി നടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം മൊത്തം ഇത് തന്നെ ഒഴിച്ച് ഒരു റോഡ് മര്യാദയ്ക്ക് റബ്ബിയാണല്ലോ നിൽക്കുന്നത്. ഗൈസ്, നമ്മൾ വേൾഡ് കപ്പ് ജയിച്ചതിൻ്റെ സന്തോഷത്തിന് ക്രിക്കറ്റ് കളിക്കാൻ പോവാണ്. നിക്സന്റെ കിറ്റ്, റോമിച്ചേട്ടൻ്റെ കിറ്റ് എടുക്കണ്ടേ? ഇതിനകത്തേ ഇരിക്കാൻ പറ്റുന്നില്ല. അത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പഴുത്ത അഴിവി തന്നെ നമ്മൾ. ആ ഗ്യാസ് മുട്ടായി കഴിക്കണമെന്ന് എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആര് കൊണ്ട് മോചനത്തിലുള്ള പരിപാടിയായിരുന്നു. അയ്യം വിജയം പറഞ്ഞു അവിടെ പോകണം, ഇറങ്ങിപ്പോകും. അതവര് വിശ്വസിക്കും. ഇതാട്ടെ ഓഫ് S23 എടുത്ത്. ഗായ്സ്, നമ്മൾ എവിടെ പോകുന്നത്? മെഡിക്കൽ കോളേജ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ പോവാണ്. വിളിക്കണം. അതെ, സുമീർക്ക് അവിടെ വരുന്നുണ്ട്. നമ്മൾ ക്രിക്കറ്റ് കളിക്കണമെന്ന ഉദ്ദേശത്തിൽ പോവാണ്. നടക്കുമെന്ന് അറിയത്തില്ല ഗായ്സ്. അല്ലെങ്കിൽ നെറ്റ്സെങ്കിലും കളിക്കണമെന്ന് പറഞ്ഞു പോവാണ്. പടച്ചട്ട എല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെ, ഇത് റോമിച്ചേട്ടൻ്റെ വീട്ടിൽ നിന്നുള്ള കുടിസ് വഴിയാണ്. ഈ വഴി എന്ന് വലുതാവുമെന്തോ. നാട്ടുകാർ സിറ്റിയുടെ വഴി തരാത്തോണ്ട് ഇവിടെ പോസ്റ്റൊക്കെ റോഡിൽ നിൽക്കുകയാണ് ഗൈസ്. ചില മതിലുകൾ പുറത്ത് വരുന്നു. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഡേഞ്ചറസ് റിസ്കി ഷോട്ട്. അപ്പം അങ്ങനെ നമ്മൾ റോഡ് എത്തിയിരിക്കുകയാണ് ഗൈസ്. എങ്ങോട്ടാ റോമിച്ചേട്ടാ? ലെഫ്റ്റ്. നമ്മള് നേരെ ആക്കുളം വഴി പോകണം. ആക്കുളം വഴി കയറാം. ആക്കുളം വഴി ഓക്കെ. ഇപ്പം റോമിച്ചേട്ടനെ പരിചയപ്പെടുത്തണ്ടേ? നിക്സൺ അധികം വീഡിയോ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ പോഡ്കാസ്റ്റ് വന്നിട്ടില്ല, അല്ലാതെ വീഡിയോയിലെ ബിഹൈൻഡ് ദ സീൻസിലുണ്ട്. ശീലയിൽ പണിയെടുത്ത വലിയ മനുഷ്യൻ. അതെ അതെ, ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആയിരുന്നു. കാറിൽ പറന്നു വന്ന മനുഷ്യൻ. പറന്നു വന്ന സാലിമ. ഒരു ഡയലോഗ് ഉണ്ടായിരുന്നില്ലടാ, ഏത്? മിണ്ടാവ് അണ്ണാന്ന് ചോദിച്ച നെവിൻ നിക്സൺ. പിന്നെ ഇത് റോമിച്ചേട്ടൻ, റോമിചന്ദ്ര. ഇവരൊക്കെ എന്നാടാ ചാടിച്ചാവാൻ പോകണം. ചില കാര്യങ്ങളൊക്കെ നല്ല ദൃശ്യങ്ങൾ. അതെ, വളരെ കെട്ടിടങ്ങൾക്കിടയിൽ കെട്ടിടങ്ങളിൽ ഡെയിലിയുടെ നമ്മൾ പോകുന്നുണ്ട്. റോഡിൽ കയറണോ ഇടത്തോടെ പോയാൽ? ഇവിടെ സിഗ്നൽ ആവണോ? ആണോ? ഇപ്പൊ നമ്മൾ ഇതേതാണ്? ഇൻഫോ പാർക്കോ? UST ഗ്ലോബൽ ട്രിവാൻഡ്രത്താണ് നമ്മളിപ്പോ വണ്ടി ഓടിച്ച് കളിക്കുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാരും അകത്ത് തന്നെയാണ് കലാപരിപാടികൾ. പുറത്താരും കാണുന്നില്ല. എന്നാ കലാപരിപാടിയാ മനസ്സിലാകുന്നില്ല. ഇപ്പൊ പറയാൻ പറ്റത്തില്ല, പിന്നെ പറഞ്ഞുതരാം. ഇത് മലയനാണ് 2020 മുതൽ. ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ സൈഡിൽ കൂടെ പ്രൊമോഷൻ. കൊടുക്കാൻ വെച്ചിരിക്കും. എത്ര കിലോമീറ്റർ ഓടിയാ? 44,730 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റോഡ് നൈസ് ആണല്ലേ? ഇവിടൊക്കെ അല്ല ദുബായ് വൈബ് അല്ലേ? പാമ്പൊക്കെ വെച്ചിട്ട്
വൈകിട്ട് ബ്ലെൻഡിലൊന്ന് കയറാം. ബ്ലെൻഡ് ബാറാ ജസ്റ്റ് ഒന്ന് കയറിയിരുന്നു അവിടെ ലെഫ്റ്റ് 2-3 സാധനം അടിച്ചു. ഓക്കെ, മോശം വഴിയിലൂടെ പോവാം. മോശം വഴിയിലൂടെയുള്ള യാത്ര. അല്ല, ഈ റോഡ് ഇപ്പൊ നന്നാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഇല്ല, ഈ റോഡ് മൊത്തത്തിൽ ഇപ്പൊ അടിപൊളിയായി. എല്ലാം പറ്റി. ഉള്ളൂരാണ് വീണ്ടും കാഴ്ചകളിൽ നമ്മൾ മൊത്തത്തില് റോബി ചേട്ടൻ ഞാൻ എവിടെയൊക്കെ നോക്കും. ചേട്ടാ ഇത് എടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ വണ്ടി സൂക്ഷിച്ച് ഓടിക്കുന്ന കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. പുറം ലോകം കുറച്ച് സീനാണ്. കാഴ്ചകൾ ഒരുപാടുണ്ട്. ഫ്രീ ആയിട്ട് കിടക്കുന്ന റോഡ്, ഒരു വണ്ടി പോലും ഇല്ല. ഇനിയിപ്പോ വൈകിട്ട് തിരക്കാവുമായിരിക്കും. പക്ഷെ ഈ സമയത്തൊക്കെ എവിടെ വേണം പോകും കേട്ടോ. ഈ ചൂടായിട്ട് ഇറങ്ങാതായാലും. ഇതാണ് എയർഫോഴ്സ് മ്യൂസിയം. ഞാനതൊന്നും അല്ല ശ്രദ്ധിച്ചത്. റോബി ചേട്ടൻ ഇതിലൊന്നും ശ്രദ്ധിക്കത്തില്ലെന്ന് എനിക്കറിയാം. ശ്രദ്ധിക്കുന്നില്ല, വേറെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ തിരിഞ്ഞു പോകും. ഇവിടെ എന്താ ഇത്ര കാണാതിരിക്കുന്നത്? ഞാൻ ഒരിക്കൽ വന്നു. അവിടെ കൊച്ചു പിള്ളേരൊക്കെ ഇങ്ങനെ കളിക്കാനായിട്ടൊക്കെ അങ്ങനെ സ്ഥലങ്ങളൊക്കെ. കൊച്ചു പിള്ളേർക്കും ഈ പറഞ്ഞ കാര്യം കറക്റ്റ് ആയിട്ടല്ലേ പറഞ്ഞ, ഡബിൾ മീനിങ് പറഞ്ഞ അതിനുള്ള സ്പോട്ട് നമ്മൾ തന്തോയി ബൈ ഗൈസ്. എന്റെ സേവ് ദ ഡേറ്റ് അവിടെ വെച്ചാൽ വണ്ടിനെ തേടും. ഒരു മേളിലോട്ട് കയറി പോകുന്ന സ്റ്റെപ്പ് കയറി മേളിൽ പോയാ അവിടെ അടിപൊളിയാ. പക്ഷെ അത്രേ ഉള്ളു അവിടെ. അതേ ഉള്ളൂ. ഇപ്പൊ ഗ്ലാസ് ബ്രിഡ്ജ് വന്നതിനകത്ത് അതാണ് ഇപ്പോഴത്തെ അവിടെ തിരക്ക്. ഗ്ലാസ് ബ്രിഡ്ജ് വന്നല്ലേ അവിടെ അന്ന് പണി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നല്ലൊരു പൂളുണ്ട് അവിടെ, സ്വിമ്മിംഗ് പൂള്. അതിന്റെ അകത്തോ? അവിടെ ട്രെയിനിങ് ഒക്കെ കൊടുക്കും, നീന്തൽ പരിശീലനം. നല്ല സംഭവമാണ്. പക്ഷെ അവിടെ പ്രശ്നമെന്ന് വെച്ചാൽ ചെവി ഇൻഫെക്ഷൻ ഒക്കെ ആയി കുറെ പേർക്ക്. പൂളില് നമ്മൾ കറക്റ്റ് ആയിട്ട് നീറ്റ് ആയിട്ടുള്ള ഇതില്ല. കുറെ ഒരുപാട് പേരുണ്ട്. വെള്ളം ഫിൽട്ടർ ചെയ്യാത്തോണ്ടൊക്കെ അങ്ങനെ സൗകര്യം കുറവാ. എന്നും വരും പ്രാക്ടീസ്. ഇൻഡിക്കേറ്റർ ഒന്നും ഒറ്റത്തി. ചായ കുടിക്കണോ ഗൈസ്? ചായ കുടിക്കാൻ ഗൈസ്. ഗ്രൗണ്ടിലൊക്കെ മാച്ചും കഴിഞ്ഞ് എല്ലാവരും പോകും. അതാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് വിളിച്ചു വെച്ചേക്കുന്നത് ഇടക്കിടക്ക് പന്തൽ പോലെയൊക്കെ കെട്ടിയിട്ടേക്കുന്നത്. ഇത് ഇപ്പൊ ഇവിടെ മാൻഹോളിന്റെ പണി നടക്കുകയാണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം മൊത്തം ഇത് തന്നെ. കുഴിച്ച് ഒരു റോഡ് മര്യാദക്ക് ഇട്ടേക്കില്ല. കുഴിച്ച് പണിഞ്ഞ് എന്നാ കുറച്ച് കഴിയുമ്പോൾ വന്ന് കിടിലായിട്ട് താറ് ചെയ്ത് 2 ആഴ്ച കഴിയുമ്പോൾ ഈ കഴിവേറികൾ വന്ന് ആനക്കുഴി. അവനൊക്കെ പ്ലാനിങ് ചെയ്യുന്നത് അവന്റെ വീട്ടിന്റെ പ്ലാനിങ്, റോഡിന്റെ പ്ലാനിങ് രണ്ടാമതേ വരുള്ളൂ. ഇത് അങ്ങോട്ട് റൈറ്റ് പ്ലാനിങ് ഇല്ലാത്ത ഒരു പ്രവർത്തന മേഖലയാണ് റെഡ് സിഗ്നൽ കിട്ടിയത് അല്ലേ? വണ്ടിയില്ലെന്ന് എൻ്റെ അടുത്ത് വെച്ചു. പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൻ നമ്മുടെ ഒരു ന്യൂസ് റീഡർ ഉണ്ടല്ലോ, മറ്റേ ഇൻസ്റ്റയിലൊക്കെ അവൻ ഭയങ്കരമായിട്ട് സംസാരിച്ചൊക്കെ ഇടുന്നുണ്ട്. അനന്ത് അവൻ വന്നൊരു കുഴിയിലൊക്കെ വീണ പ്രശ്നമായിരുന്നല്ലേ. പ്രശ്നമല്ല, ലൈക്ക് അവൻ അത് വീഡിയോ ആയിട്ടൊക്കെ ഇട്ടായിരുന്നു. കൈയൊക്കെ തുടങ്ങി ബൈക്കിൽ വന്നത് കുഴിക്കും. ഇതാണ് പ്രശ്നം. പിന്നെ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞ് ഇപ്പം സെറ്റായിട്ട് ചെയ്തെടുത്ത ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് വഴുതക്കാട് ആ റോഡ് ഫുള്ള് കുഴിച്ച് സ്മാർട്ട് സിറ്റിയുടെ തുടക്കം എന്ന രീതിയിൽ സെറ്റാക്കി ഇട്ടിട്ടുണ്ട് ഇപ്പം. അതായത് ഇപ്പൊ ഒരു പൈപ്പ് ലൈൻ പണി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്യുന്നതാണ് ഈ ഒരു പൈപ്പ് ഒക്കെ ഇനി പൈപ്പിന്റെ വർക്കൊക്കെ പിന്നീട് വന്നാലും റോഡ് കുഴിക്കണ്ട എന്നുള്ള രീതിയിൽ അതിനകത്തൂടെ ലൈക്ക് വോളമായിട്ട് കോൺക്രീറ്റ് ഒക്കെ ഇട്ട് എടുത്ത് അതിന്റെ മണ്ടേ സ്ലാബ് ഇട്ട് അങ്ങനെയൊക്കെ ടാറിട്ട് എടുത്തേക്കുവാണ്. അപ്പൊ എന്തെങ്കിലും പണി വന്നാലും ഇതിനൊക്കെ മാൻഹോളിൽ കൂടെ ഇറങ്ങേണ്ട ആവശ്യമേ ഉള്ളൂ, കുഴിക്കേണ്ട അവസ്ഥ ഇല്ല എന്നുള്ളതാണ്. എല്ലായിടത്തും ഉണ്ട് അല്ലേ? എവിടെയുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിൽ അവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഇനിഷ്യേറ്റീവ് എന്നുള്ള രീതിയിൽ. അതിന് എത്ര കാലം എടുക്കും എല്ലായിടത്തും ആവാനൊന്നും അതിന്റെ പ്രാക്ടിക്കാലിറ്റി ഒക്കെ അറിയത്തില്ല എന്താവും. ഇപ്പൊ തന്നെ ആവശ്യത്തിലധികം തിരക്കുണ്ട്. ഇങ്ങനെ
ആ റോഡൊക്കെ ഇപ്പൊ നമ്മൾ വന്ന റോഡൊക്കെ കുഴിച്ചിട്ടിട്ട് കൊല്ലങ്ങളായെന്ന് തോന്നുന്നു അല്ലേ? ഒരു കൊല്ലത്തിൽ പുറത്തായി. അതെ, പക്ഷെ ഇവിടെ പ്രോഗ്രസീവ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല. ഇതിപ്പോ ഇന്ന് ഇങ്ങനെ തോന്നി ഇത് ചെയ്ത്, നാളെ വിചാരിക്കും വേറെ പ്ലാനിങ് ഇല്ല. പ്ലാനിങ് ഇല്ല, പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ എഫക്റ്റീവ്ലി ഇത് എന്ന് ആൾക്കാർക്ക് ഗുണകരമായിട്ട് വരും എന്നുള്ളത് അറിയാൻ മേല. മെഡിക്കൽ കോളേജ് അതെ, ഇവിടുന്ന് റൈറ്റ് ആണ് പോകുന്നത്. നമുക്ക് റൈറ്റ് വേണം. മെഡിക്കൽ കോളേജിന്റെ അകത്തോടാണോ? ഓക്കെ, മെഡിക്കൽ കോളേജ് കണ്ടോ? യെസ്, കണ്ടു ഗൈസ്. സത്യം പറഞ്ഞാൽ ട്രാഫിക് ഇല്ലെങ്കിൽ ട്രിവാൻഡ്രം സിറ്റിയിലെത്താൻ 10 മിനിറ്റ്. സ്മാർട്ട് ഹൈബ്രിഡ്, സ്ട്രോങ് ഹൈബ്രിഡ് അല്ല. വ്യത്യാസം മറ്റേ ബാറ്ററി ഉണ്ട് ഡിക്കിയിൽ. അത് 40 കിലോമീറ്റർ സ്പീഡ് വരെ ബാറ്ററിയിലോടും, ബാക്കി പിന്നീട് പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യും. ഇതിൻ്റെ അകത്ത് ഈ സീറ്റിൻ്റെ അടിയിൽ ചെറിയൊരു ബാറ്ററി ഉണ്ട്. അത് വെച്ചിട്ട് ചെറിയൊരു അസിസ്റ്റ് കൊടുക്കും. വലിയ മൈലേജ് വ്യത്യാസം ഒന്നും കാണത്തില്ല. ഇതിന് നല്ല മൈലേജ് വ്യത്യാസം കാണത്തില്ല. സ്ട്രോങ് ഹൈബ്രിഡിന് കാണും. അവര് 10-27 ക്ലെയിം ചെയ്യുന്നത്. മര്യാദയ്ക്ക് ഓടിച്ച് ഇങ്ങനെ EV കൂടുതലായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ മൈലേജ് കിട്ടും. ഇതിന് സിറ്റിക്കകത്ത് നല്ലതാണ്, അതായത് ട്രാഫിക്കിനകത്ത്. ട്രാഫിക്കിൻ്റെ അകത്ത് അത് റീച്ച് ആയി. ഇതിനകത്ത് ഇങ്ങനെ ഒരു, ഞാൻ ഇപ്പം വണ്ടി ഓടിച്ചായിരുന്നു, അന്നേരം നമ്മുടെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ കാണിക്കും എത്ര ബാറ്ററി ലെവൽ ഉണ്ടെന്നൊക്കെ. അന്നേരം നമ്മൾ റീജനറേറ്റീവ് ബ്രേക്കിങ്, നമ്മൾ എഞ്ചിൻ ഓടുമ്പോൾ തന്നെ ഇതിൻ്റെ ബാറ്ററി ചാർജ് ആവും. ഓൾസോ ബ്രേക്ക് പിടിക്കുമ്പോഴും എല്ലാം ചാർജ് ആവും. അത് എത്രത്തോളം ലെവൽ ഉണ്ട്, എത്രത്തോളം റീജനറേറ്റീവ് ആയിട്ട് കയറുന്നു എന്ന് വെച്ചിട്ടാണ് നമുക്ക് കൂടുതൽ മൈലേജ് കിട്ടും. 30 കിട്ടുന്നവരുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ നല്ല മൈലേജാണ്. പക്ഷെ വണ്ടി വിലയുണ്ട്, 10, 25, 28 ഉണ്ട് സ്ട്രോങ് ഹൈബ്രിഡിന്. ലോങ് പോയി നല്ല മുതലാക്കണം. ഇത് ഫുള്ള് മെഡിക്കൽ കോളേജിന്റെ കോംപ്ലക്സ് ആണ്. മെഡിക്കൽ കോളേജിനകത്ത് കയറി കഴിഞ്ഞു. കോളേജാണത്. അവരുടെ ക്ലാസ് ഒക്കെ എടുക്കുന്ന ഒരു ഏരിയ ഉണ്ട് പിള്ളേരുടെ. നിങ്ങൾക്ക് റൈറ്റാ? സ്കൾപ്ചർ ഒക്കെ കൊള്ളാല്ലേ. പിന്നെ SUT ഉണ്ട്. RCCയുടെ ഓപ്പോസിറ്റ് ആണ് നമ്മളെ. റൈറ്റ് ലെഫ്റ്റാ? നേരെ പോയത് അങ്ങോട്ട് പോയാൽ വെളിയിൽ പോവാം. എക്സിറ്റാ? നമ്മളിനി ഇറങ്ങുമ്പോ അതുവഴി ഇറങ്ങിയത്. ഇതല്ല, അടുത്തത്. ഇതൊന്നും, ഇത് കുഞ്ഞി ഗ്രൗണ്ട്. നമുക്ക് നേരെ തന്നെ അവര് അപ്പുറത്താ ഗ്രൗണ്ട്. ഇവിടെ കളിക്കാം, പക്ഷെ ഇവിടെ ടെന്നീസ് ബോളാ കളിക്കാൻ കൊള്ളാവും. മറ്റത് കളിച്ച വെളി പരിപാടി. ഇതാ കണ്ടില്ലേ, പെട്ടെന്ന് ഇങ്ങനെ വരുന്ന ഇതിനകത്ത് പോവും കാറൊക്കെ. ഈ ഡാമേജ്. ഇതാണ് നമ്മളെ പക്ക ഗ്രൗണ്ട്. ഇവിടെയാണ് സഞ്ജു സാംസൺ, സാലി സാംസൺ വണ്ടിയുടെ അർത്ഥം. ക്രെറ്റക്കാരനും അങ്ങോട്ടാണ്. ആ ഓട്ടോറിക്ഷക്കാരൻ ഇങ്ങനെ ഇടം ചെറുക്കി നിർത്തേണ്ട കാര്യമുണ്ട്. പുള്ളി ഇങ്ങനെ ആളെ കണ്ടപ്പോ വഴിയിലങ്ങ് നിർത്തി. സെക്യൂരിറ്റി ചേട്ടനൊക്കെ പോയി. എല്ലാവരും അങ്ങോട്ട് ഇരിപ്പായി. റബ്ബിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. റബ്ബിയെ ബാറ്റ് വണ്ടി വിട്ടിട്ട് പോണം. ആ വണ്ടി ഇട്ടിട്ട് റബ്ബി ഇവിടെ ഇപ്പൊ ഇങ്ങനെ അടച്ചല്ലേ. റബ്ബിയാണല്ലോ നിക്കുന്നേ. വണ്ടി താഴെ ഔട്ടായി. നമ്മൾ വന്നത് ഐശ്വര്യമായി. പുള്ളി തിരിച്ചടന്നു. വണ്ടി ഇവിടെ ഇട്ടാ ഇവിടെ ഇങ്ങനെ കിട്ടാ മതി. ഇങ്ങനെ ഇട്ടു. കുഴപ്പമില്ല, അത് സീനാക്കണ്ടോ. ലുക്കായിട്ടുണ്ട്. കല്യാണാലോചനകൾ ക്ഷണിക്കുന്നു. എടുത്തോ.
റബ്ബിയെ ഊക്കാൻ പോവാണ് ഗൈസ്. അതായത് മക്കളുണ്ട്, അതുകൊണ്ട് ഡൗട്ടാണ് ഞാൻ കണ്ട് നമ്മൾ അവിടെ നിന്ന് റബ്ബി ബാറ്റ് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് നമ്മളൊന്ന് ഇതായതും നോക്കുമ്പോൾ ഒരാൾ ഇതൊക്കെ ഉണ്ട്. എന്തിനാണ് നമ്മൾ തോക്കണ, എന്തിനാണ് ഇതൊക്കെ എടുക്കണ? ജയിക്കണ കളി എടുക്കൂടെ? ബാറ്റിങ്ങിനൊക്കെ തയ്യാറായി. ഇനി കളിയുണ്ടോ? ഇനി വേണമെങ്കിൽ നിങ്ങൾ ബോളിംഗ് വേണമെങ്കിൽ അറിയിക്കോ, ഞാൻ മാറണം. തോൽവി ആവുന്നിടത്ത് അതും കൂടെ ക്യാപ്ചർ ആവില്ല. ഇറങ്ങണം. ഞാൻ കിട്ടി. റോബിച്ചേട്ട ഓ സോറിടാ.